ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേശ്യാം. ജയ് ജഗന്നാഥ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ, ലോകത്തിലേക്ക് ഏറ്റവും വലിയ രഥയാത്ര ഏതാണെന്നും. അത് ജഗന്നാഥപുരി, ഒറീസയിലുള്ള പുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള രഥയാത്രയാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ രഥയാത്ര. ആദ്യ രഥയാത്ര തുടങ്ങിയതും അവിടെയാണ്. അതുപോലെ ഈ ജൂലൈ 16 വ്യാഴാഴ്ചയാണ് രഥയാത്ര ആ, നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ജഗന്നാഥ രഥയാത്ര ആശംസകൾ. അപ്പൊ നമുക്കറിയാം, ഈ നമുക്ക് ചാർധാം ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലെ. ആ ചാർധാമിൽ ഒന്നാണ് ഈ പറയുന്ന ജഗന്നാഥ് പുരി. അതായത് ബദ്രിനാഥ്, കേദാർനാഥ്, ദ്വാരക, ആ, അതുപോലെ ജഗന്നാഥ് പുരി. അപ്പൊ അങ്ങനെ ആ, നമുക്കറിയാം, ഈ ഭഗവാൻ തീർത്ഥ രൂപത്തിൽ ഗംഗ യമുന ആയിട്ട് അവതരിച്ചു. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ പ്രസാദമായിട്ടും, അതുപോലെ തന്നെ ആ, അതുപോലെ വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചത് ജഗന്നാഥനായിട്ടാണ്. അങ്ങനെ ജഗന്നാഥപുരിയിൽ ആ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ ബലദേവനും, അല്ലെങ്കിൽ ബലരാമസ്വാമിയും, അതുപോലെ സഹോദരിയായ സുഭദ്രാദേവിയും, മൂന്ന് പേരും കൂടെ കൂടിയാണ് അവിടെ ആ, അവിടെ ആ, പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആ, ആ ജഗന്നാഥപുരിയിൽ ഒരുപാട് അത്ഭുതങ്ങളുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് മറ്റുള്ള വേറൊരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ, ഈ ജഗന്നാഥപുരിയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ പ്രസാദം കഴിച്ചാൽ മാത്രം മതി നമുക്ക് മോക്ഷം കിട്ടാൻ. അതുപോലെ തന്നെ ഭഗവാൻ ധാമരൂപത്തിൽ അവതരിച്ച വൃന്ദാവനത്തിലാണ്. അതുപോലെ തന്നെ ആ, ആ, ഭഗവാന്റെ ഈ ഒരു ജഗന്നാഥപുരി ഡാമില് നമ്മൾ ചെന്ന് അവിടുത്തെ പ്രസാദം കഴിച്ചാൽ മാത്രം മതി മോക്ഷം കിട്ടാനായിട്ട്. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, കാശിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ അത് ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ ഗംഗാ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ ഇവിടുത്തെ പ്രസാദം, മഹാപ്രസാദം തന്നെ വളരെ പ്രാധാന്യമേറിയതാണ്. അതേപോലെ തന്നെ ഈ ഈ ജഗന്നാഥപുരിക്ക് ആ, ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ട് ഇവിടെ. അപ്പൊ അത് നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കണം. ലോകത്തിലെ മഹാത്ഭുതങ്ങളെല്ലാം കൂടെ കൂടി ഒരു ക്ഷേത്രത്തിലുണ്ടോ, അത് ഈ ജഗന്നാഥപുരിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറീസയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ സമുദ്രതീരത്തായിട്ടാണ് ഈ ജഗന്നാഥപുരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ആ, ഇവിടുത്തെ മഹിമകളും അതുപോലെ തന്നെ ഇവിടുത്തെ മഹാത്മ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ തീരില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആ, പ്രധാനപ്പെട്ട ആ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കി പറയാം. ഭഗവാൻ ജഗന്നാഥൻ ആ, ഇവിടെ ഇതേ ഈ രൂപത്തിൽ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഇതെങ്ങനെ ഒരു ദൈവത്തിന് ഈ രൂപം എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. അപ്പം ഈ രൂപം എങ്ങനെ വന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഇതില് അവിടുത്തെ ആ മഹാത്ഭുതങ്ങളെ പറ്റി ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. ഇവിടുത്തെ ഈ ഭഗവാന്റെ ഇങ്ങനെ വലിയ കണ്ണുകളായിട്ടുള്ള രൂപം, ചെവികളില്ല, അതുപോലെ തന്നെ കൈകൾ ഉൾവലിഞ്ഞ ഈ രൂപം നമ്മൾ എങ്ങനെ വന്നു എന്ന് അറിയാനായിട്ട് നമ്മൾ നേരെ ദ്വാപരയുഗത്തിലേക്ക് പോവുകയാണ്. ദ്വാപരയുഗത്തിൽ ഇതുപോലെ ദ്വാരകയിൽ ഭഗവാൻ 16,108 പത്നിമാരൊക്കെ വിരാജിക്കുന്ന ആ സമയത്ത് ഈ പറയുന്ന ഭഗവാൻ എപ്പോഴും ആ, ഭഗവാൻ അവിടെ ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിലും ഭഗവാന്റെ ഹൃദയം മുഴുവനും വൃന്ദാവനത്തിലേക്കായിരിക്കും. ഏത് സമയവും വൃന്ദാവനത്തെ ആ ആ ഗോപികാ വിരഹം ഒക്കെയാണ് ഭഗവാനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പത്നിമാർക്ക് പലർക്കും തന്നെ അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ മഹാത്മ്യം, എന്താണ് രാധാറാണിയുടെ ആ ഒരു പൊട്ടൻസി, ഇതൊക്കെ അറിയാനായിട്ട് ഈ റാണിമാർക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനും ബലദേവനും പുറത്തു പോയ സമയത്ത് നോക്കി ഇവര് ഇതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ, അതായത് സ്വന്തം അമ്മയായ ദേവകി മാതാവിന് പോലും ഇതൊന്നും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. കാര്യം ഒരു 12 വയസ്സ് വരെ ഭഗവാൻ ആ, വൃന്ദാവനത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവനും കണ്ട, ബാലലീലകൾ മുഴുവനും കണ്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരേ ഒരാളാണ് രോഹിണി മാതാവ്, ബലരാമന്റെ അമ്മ. അപ്പൊ അങ്ങനെ ആ ബലരാമന്റെ അമ്മയുടെ അടുക്കൽ ഈ പത്നിമാരെല്ലാരും കൂടെ കൂടി, ഞങ്ങൾക്ക് ഈ പറയുന്ന ബാലലീലകൾ, ഭഗവാന്റെ ബാലലീലകളൊക്കെ ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുകയും, അങ്ങനെ ആ, രോഹിണി മാതാവ് പറയുന്നു, ഇതൊരിക്കലും ഭഗവാനും ബലരാമനും ഒന്നും കേൾക്കാൻ ഇടയാകരുത്. ഇത് കേട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് വ്രജ
ലീലകൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ വ്രജയിലേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നുന്നു. അവർ അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് അവർ കേൾക്കാൻ ഇടയാകരുതെന്ന് പറയുന്നു. അപ്പോൾ അവര് വന്നിത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റാണിമാർ എന്ത് ചെയ്തു? സുഭദ്ര മാതാവിനെ അതിന് ചട്ടം കെട്ടുന്നു. അങ്ങനെ സുഭദ്ര മാതാവിനെ ഡോറിന്റെ പുറത്ത് ഗേറ്റ് കീപ്പർ ആക്കി അവർ നിർത്തിയിട്ട് ഈ രോഹിണി മാതാവിൽ നിന്ന് ഈ വൃന്ദാവന ലീലകൾ മുഴുവൻ ഇങ്ങനെ ശ്രവിക്കുകയാണ്. റാണിമാരെല്ലാം വളരെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്ന ആ സമയത്ത് ആ സുഭദ്ര എന്ത് ചെയ്തു? സുഭദ്ര ഇങ്ങനെ ചെവി വെച്ച് ഡോറിന്റെ ആ ഒരു വിടവിനിടയിൽ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സുഭദ്രയുടെ ഭാവമെല്ലാം മാറി. ഈ സമയത്ത് കൃഷ്ണബലരാമന്മാർ അങ്ങോട്ടേക്ക് വരികയും അവര് സുഭദ്ര പരിസരം മറന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരും ചെവി കൂർപ്പിച്ചു, ഇടതും വലതുമായിട്ട് നിന്ന്. അങ്ങനെ അവര് വൃന്ദാവന ലീലകൾ, ഭഗവാൻ അവിടെ ചെയ്ത വൃന്ദാവനത്തിൽ ചെയ്തിട്ടുള്ള ഓരോ ലീലകളും എണ്ണി എണ്ണി രോഹിണി മാതാവ് പറയുന്നത് കേട്ട് അവര് എന്താണ് ആ ഒരു വിപ്രലംബ ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന് പരിസരം മറന്ന് കണ്ണുകളെല്ലാം മിഴിച്ച് ഇങ്ങനെ വലുതായി, രണ്ട് ചെവികൾ ഉൾവലിഞ്ഞ്, അതുപോലെ തന്നെ കർണങ്ങളുടെ അത്രയും ആ ആ ഒരു എത്തിച്ചേർന്ന്, അങ്ങനെ മൂക്കുൾവലിഞ്ഞ്, അങ്ങനെ സർവ്വ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുള്ള ആ ആ ഒരു പരമമായ ആ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. കാല് കൈകളെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞു. ഈ രൂപത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു ദേവലോകത്തിലുള്ള എല്ലാവരും ഈ ഒരു ഭഗവാന്റെ ആ ഒരു സ്വരൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെയും ബലദേവന്റെയും സുഭദ്രമായുടെയും. അപ്പൊ നാരദമുനി അവിടെ ആഗതനാകുകയും നാരദമുനി ഭഗവാനെ വീണ്ടും തിരിച്ചു വിളിക്കുകയും ചെയ്തു. അല്ലയോ ഭഗവാനെ, ആ, ഇതുപോലെ അവിടുത്തെ ഈ ഒരു ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു മഹാഭാവം ഇനി വീണ്ടും ഈ കലിയുഗത്തിൽ ഈ ആ, ഭക്തജനങ്ങൾക്ക് എപ്പോഴാണ് ദൃശ്യമാകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ ആ ലീലയിൽ നിന്ന് വരികയും വീണ്ടും പഴയ രൂപത്തിലേക്ക് അവർ മൂന്നുപേര് എത്തിച്ചേരുകയും ചെയ്തത്. അപ്പൊ നാരദമുനിക്ക് ഭഗവാൻ വാക്ക് കൊടുക്കുന്നു, ഞാൻ കലിയുഗത്തിൽ ജഗന്നാഥനായിട്ട് അവതരിക്കുന്നു നീലാചല ഡാമില്. അങ്ങനെ ആ ഡാമിൽ അവതരിക്കുന്ന സമയത്ത് ഞാൻ ഇതേ രൂപത്തിലാണ് ദർശനം തരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പുരുഷോത്തമ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഭഗവാൻ പുരുഷോത്തമനായിട്ട് വിരാജിക്കുന്ന ആ ജഗന്നാഥപുരിയില് ഭഗവാൻ ഈ രൂപത്തിൽ അവതരിച്ചു. അപ്പൊ ഈ രൂപം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ ഈ ഈ പറയുന്ന ആ ഭഗവാന് വൃന്ദാവനത്തെ ആലോചിച്ചിട്ടുള്ള ആ ഒരു മഹത്തായ രൂപമാണ്, വിപ്രലംബ ഭാവമാണ്. അപ്പം സദാ വൃന്ദാവനത്തെ ആ വ്രജ വിരഹം, വൃന്ദാവനത്തിലുള്ള വിരഹം, ആ വിരഹത്തിന്റെ മൂടിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. സദാ ഗോപികമാരെ ആലോചിച്ചുകൊണ്ട് ആ ഗോപിക വിരഹത്തിലാണ് ഭഗവാൻ അവിടെ വിരാജിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ജഗന്നാഥന്റെയും ബലദേവന്റെയും സുഭദ്ര മാതാവിന്റെയും കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ജഗന്നാഥ്. അതുപോലെ തന്നെ ഹാപ്പി രഥയാത്ര. ഹരേ കൃഷ്ണ.